ഈ പോഡ്കാസ്റ്റിന്റെ അമ്മയച്ഛൻ കാണണമെങ്കിൽ എന്തായാലും പേടിക്കാൻ കാര്യം. പിന്നെ എന്നെ കയറ്റു. അപ്പൊ അവിടെ പോയപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ നല്ല താഴ്ചയൊക്കെ ഉള്ള സ്ഥലമാട്ടാ. അപ്പൊ ഞാനിങ്ങനെ എത്തി നോക്കിയിട്ട് എനിക്ക് പണ്ടാ ഇങ്ങടൊക്കെ വീണ് അവസ്ഥ എന്താണ്, നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പയ്യെ അങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ഈ വലത്തെ കാല് ബാക്കിൽ കൂടി ഇപ്പുറത്തോട്ട് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ആ കാല് സ്ലിപ്പായിട്ട് എൻ്റെ ബോഡി വെയിറ്റ് ബാക്കിലേക്ക് പോയി. ഇവന്മാർ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചത് മനസ്സിലായി. അപ്പോഴേ ഞാൻ അന്നേ മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്ക് മുകളിൽ എത്താൻ പറ്റിയാൽ ആദ്യം എനിക്ക് ഇവന്മാരോട് പറയണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. കാര്യം അല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് പാനിക്കാവുന്നില്ല. കാര്യം ഞാൻ തന്നെ പതി മരിച്ചിരിക്കണേ. അപ്പം ഞാൻ ഈ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ട സമയത്ത് ഞാൻ ആ പടം 2 പ്രാവശ്യം കണ്ട്. കാര്യം എന്താന്ന് വെച്ചാല് ആദ്യത്തെ തവണ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എക്സാക്ട്ലി. കാരണം ഞാൻ 2ാമത്തെ വട്ടം പോയതിനാണെന്നറിയാം. ആദ്യത്തെ വട്ടം ഞാൻ ഫുൾ ടെൻഷനിലായിരുന്നു. ട്രിപ്പ് പ്ലാൻ അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ ആരും കൂടെ പോയിട്ടില്ല. പൂജനോട് ഞാൻ ഈ സംഭവം കല്യാണം കഴിഞ്ഞിട്ടോ. ഞാൻ മൂന്നാർ പോയത് ഇതുപോലെ തന്നെയാ. വീട്ടിൽ പറഞ്ഞത് കാറിലാ പോണത്, ഞാൻ ബൈക്കിനാ പോയത്. ഇത് കാണോട്ടോ നമ്മള് സ്ഥിരം ഇരുന്ന് പറയണ പോലെ ഏറിപ്പോ. എന്തായാലും സന്തോഷമായി ഗൈസ്. 9 വർഷം മനസ്സിൽ അടക്കി വെച്ചിരുന്ന രഹസ്യമാണ് ഈ പോഡ്കാസ്റ്റിൽ ഇന്ന് റിവീൽ ചെയ്തത്. അങ്ങനെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് എത്തിരിക്കുക. നീണ്ട ഇടവേള എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇടവേള ഈ അടുത്ത കാലത്തെങ്ങും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇടവേള പറഞ്ഞ ആൾക്കാർ കളിയാണ് വിചാരിച്ചിട്ടുണ്ട്. പരിപാടിക്ക് നിർത്തിയവർ പോയി. ആകെ 1000 പേരാണ് പോഡ്കാസ്റ്റ്. അതിൽ 5 ബൈക്ക് കൊണ്ട് പറ്റും. അത് ഓരോ ഇടവേള കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നു പുതിയ പുതിയ ഓഡിയൻസിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ മെയിലേഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതെ, അതുകൊണ്ട് കുറച്ച് റീച്ച് ഉണ്ട്. അതുകൊണ്ട് നല്ല പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അത് എല്ലാം തന്നെയാണ്. അപ്പോൾ എനിവേസ്, വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ? ഐ ആം കാർത്തിക് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു അങ്ങനെ എന്തോ ആയിരുന്നില്ല ഇൻട്രോ. അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് പോഡ്കാസ്റ്റ്. പേരറിയോ? ഇവനെയൊക്കെ കൊണ്ട് നിർത്തിയാ തന്നെ പരിപാടി പോശു. ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനെന്നെ വിളിച്ചു? കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ വേണം. അത് ഞാൻ കണ്ടന്റിലേക്ക് നമുക്ക് വരാം. വിഷമിക്കണ്ട. പരിപാടിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ് അഥവാ സിംഹം പോഡ്. ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ്, വല്ലപ്പോഴും വരുന്ന കാർത്തിക് കൃഷ്ണൻ. ഇടവേള എടുക്കുന്ന അതുപോലെ കൂടെയുള്ളത് പറഞ്ഞോ, അഖിൽ ജോസഫ്. ആൻഡ് ഇതുവരെ പോഡ്കാസ്റ്റിൽ വന്നിട്ടില്ലാത്ത ഒരു അവതാരമായ പറടാ പേരോടാ അരുൺ. ഇതിന്റെ ഇടയിൽ ഞാനൊന്ന് പേര് പറയാൻ പോയപ്പോ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് പറഞ്ഞു. അല്ല, ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞതാ. പിന്നെന്താന്ന് വെച്ചാല്, സത്യം പറഞ്ഞാൽ ഇന്നിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു സാധനം എൻ്റെ മൈൻഡിൽ ഉണ്ടായില്ല. മര്യാദക്ക് ഇവിടെ TV ഒക്കെ കണ്ട് കിടന്നുറങ്ങി റിലാക്സ് ചെയ്ത് തന്നെ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് പോഡ്കാസ്റ്റ്, അതായത് ഇന്ന് തുടങ്ങിയാലേ തുടങ്ങുള്ളൂ. എന്താണ് ഇന്ന്? അത് ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. നല്ല ഊക്ക് മേടിച്ചു എല്ലാരും ഇങ്ങനെ നമ്മള് വർക്ക് ചെയ്യാൻ എനിക്ക്. അപ്പൊ എനിക്ക് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട എക്സൈറ്റിംഗ് ആയിട്ട്. പിന്നെ അപ്പൊ ഇവൻ വെറുതെ ഇരിക്കായിരുന്നു. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോ കുറച്ചുകൂടെ ഇതായിട്ട് തുടങ്ങാൻ നമ്മളൊരു കാര്യം തുടങ്ങാന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. തുടങ്ങിയ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ട് പൊക്കോളൂ. അല്ല, ഞാൻ ഇത്ര നാള് തുടങ്ങാതിരുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സിസ്റ്റം ആയിട്ടുണ്ടായില്ല പോഡ്കാസ്റ്റിന്. ഇപ്പോഴും ഇല്ലല്ലോ. ഇപ്പോഴും ഇല്ല. എന്നാലും ശനിയാഴ്ച തുടങ്ങാന്ന് പറഞ്ഞിരുന്ന് പ്ലേ സ്റ്റേഷൻ എടുത്ത് കളിച്ചിരുന്നു. പോഡ്കാസ്റ്റ് നടന്നില്ല, ഒന്നും നടന്നില്ല. അതെ, ഞങ്ങളുടെ ഇപ്പൊ വീക്കെൻഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്ലേ സ്റ്റേഷൻ റെന്റിന് എടുക്കാൻ കളിക്കാൻ. അപ്പൊ ഇത് ഞാൻ പുതിയത് മേടിക്കും കേട്ടോ. ഫുൾ ടൈം ഞാൻ പുതിയ മേടിക്കുന്നുണ്ട്. പ്ലേ സ്റ്റേഷൻ സ്ലിം വെർഷൻ ദുബായിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്ന ആൾക്കാർക്ക് ഇവൻ ഇവിടെ പണ്ട് തുടങ്ങിയുള്ളതാ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്കൂൾ തുടങ്ങി ഇവിടെ കൂടി ഒരുത്തനാണ് ഇവൻ. അത് കല്യാണം കഴിച്ചപ്പോഴാണ് ഇവനെ പിന്നെങ്കിലും ഇവിടുന്ന് പുറത്താക്കിയത്. അതെ അതെ. പക്ഷെ എന്നിട്ടും പുറത്തായില്ല. വന്നപ്പോ ഞാൻ പറഞ്ഞു, പുള്ളി വന്നിട്ട് ഡോറിലൊക്കെ മുട്ടണ്. ഞാൻ പറഞ്ഞു താക്കോല് വെച്ച് അങ്ങോട്ട് തുറന്നൂടെ. കല്യാണം കഴിഞ്ഞ താക്കോല് വാങ്ങി വെച്ചിരുന്നൊക്കെ. അടിപൊളി. കല്യാണം കഴിഞ്ഞ പിന്നെ ഇപ്പൊ അധികം ഇല്ല. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ പൂജ വീട്ടിൽ പോണ ദിവസം ഇവനാണ് കൂട്ടിയെടുക്കാൻ വേണ്ടി. അത് വേറെ ഇതില് പോട്ടത് അങ്ങനെയല്ല. അല്ല, അപ്പോഴാണ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോകുന്നത്. അതെങ്ങനെ എടുത്തു പറയണം നീ? അല്ല, അത് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിക്കും. അത് നിന്റെ മനസ്സിൽ അങ്ങനെ വൃത്തിയുള്ള ആൾക്കാരെ നീയല്ലേ ആദ്യം തുടങ്ങി വെച്ചു. ഞാൻ എന്താ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത്? നീ പറഞ്ഞ ആൾക്കാര് വേറെ ലെവലിലേക്ക്. അതെന്ത് ലെവല്? നിന്റെ ലെവൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ബിഗ് ബോസ് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടില്ല കേട്ടാ. എന്ത് ബിഗ് ബോസ് കണ്ടിട്ടില്ല. ഞാന് ഉള്ള സത്യം തുറന്നു പറഞ്ഞില്ല. അതായത് ഞാന് യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോഴേ ബിഗ് ബോസിന്റെ കണ്ടന്റ് ഒക്കെ ഭയങ്കര റീച്ച്, ഭയങ്കര വ്യൂസ്. അതായത് ഒട്ടും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തൊരു ചാനലിൽ പോലും ബിഗ് ബോസിന്റെ ഡിസ്കഷൻ വരുമ്പോൾ ഭയങ്കര വ്യൂസാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പോഡ്കാസ്റ്റിൽ ബിഗ് ബോസിൻ്റെ ഒരു സാധനം കൊണ്ടുവന്നുകൂടാന്ന് ഞാനിങ്ങനെ വിചാരിച്ച്. അതിന് ഈ ഷോ കാണണമല്ലോ. ഞാൻ പേഴ്സണലി പറഞ്ഞു, ഞാൻ ഇന്നേ വരെയുള്ള ഒരു സീസണും
കുത്തിയിരുന്ന് കണ്ടിട്ടില്ല. ആകെ എനിക്ക് ബിഗ് ബോസിലുള്ള നോളേജ് എന്ന് പറയുന്നത് വല്ല ട്രോള് ഒക്കെ എന്തെങ്കിലും ഇടയ്ക്ക് വരുമ്പോൾ അതിരുന്ന് കാണും. എന്താ പ്രശ്നമുണ്ട് ഈ മറ്റേ കഴിഞ്ഞ സീസൺ ഉണ്ടായില്ലേ മറ്റേ മിഥുനല്ലേ മിലിറ്ററിയുടെ കഥ. അപ്പൊ ആ സംഭവം ആ ട്രോള് വഴിയൊക്കെയാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയണം. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ച് ഈ പരിപാടി ഒന്ന് കണ്ടു നോക്കാന്ന് വിചാരിച്ചിട്ട് ഒരു 4-5 എപ്പിസോഡ് ഞാൻ അടുപ്പിച്ചിട്ട് മുടങ്ങാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട്. അതായത് റോക്കി സിജോനെ ഇടിച്ച് മറ്റേ കരണം പൊളിക്കണവരെ കണ്ട്. അതോടെ ഉണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്കത് താങ്ങാൻ പറ്റുള്ള അതിന്റെ ടോക്സിസിറ്റി. ഞാൻ ബിഗ് ബോസ് 1 കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 നിന്ന് പോയത് കോവിഡിന്റെ അടുക്ക് നിന്ന് പോയത് മണിക്കുട്ടൻ. മൂന്നാമത്തത് രജിത് സാർ. അപ്പൊ ഞാനിത് കാണാറുണ്ട്. ഞാനിത് കാണണം എന്താ വെച്ചാൽ 25 എപ്പിസോഡൊക്കെ വീട്ടിൽ അമ്മച്ചിയാണ്. അപ്പൊ 25 എപ്പിസോഡ് കഴിയുമ്പോൾ ട്രോള് കണ്ട് നമുക്കൊരു ബേസ് കിട്ടും. പിന്നെ ഞാൻ വീട്ടിലിപ്പോ ജോലി കഴിഞ്ഞ സമയത്ത് കണ്ടോ അങ്ങനെ ഞാൻ ഈ ഷോ കണ്ടോണം. ഈ വട്ടം എന്താ വെച്ചാൽ അമ്മച്ചി വീട്ടിലില്ല, ബെഡ് റെസ്റ്റില്ല ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ട്രോള് കാണും, അതല്ലാതെ ഞാൻ ഈ വട്ടത്തെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇത് ഞാൻ സത്യം പറഞ്ഞില്ല, ഇപ്പൊ 4-5 എപ്പിസോഡ് കണ്ടതോടെ ഞാൻ ഇപ്പൊ കാണൽ നിർത്തി. കാര്യം ഇത് കാണാൻ പറ്റുള്ള എടാ. ഒന്നാമത് രാത്രി 9:00 ഈ പരിപാടി. രാത്രി ആകുമ്പോ ഇതുങ്ങള് തമ്മിലുള്ള അടിയും ബഹളവും ഇതും ടോക്സിസിറ്റി. കാണാൻ വേണ്ടിട്ട് തന്നെ എത്ര പേര് നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അല്ല ഞാൻ ആലോചിക്കണ അപ്പൊ അത്രയും നെഗറ്റിവിറ്റി ആയിട്ടാണ് ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കണത്. അതിലും നല്ലത് നമുക്ക് മനസ്സിന് സമാനം തരുന്ന എന്തെങ്കിലും കണ്ടിട്ട്. ഈ സീസൺ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും അത് ചില സമയത്ത് പണ്ടൊക്കെ നല്ല രസമായിരുന്നത്. ഇപ്പൊ രഞ്ജിനി ഹരിദാസിന്റെ ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ നല്ല രസമായിരുന്നത് ക്ലാഷ് ഒക്കെ. പിന്നെ ഇപ്പൊ ഭയങ്കര എക്സ്പോസ് അല്ലേ, ഇപ്പൊ 24/7 ഒക്കെ ഉണ്ട്. കഴിഞ്ഞ സീസൺ തുടങ്ങിയാണല്ലോ കഴിഞ്ഞ സീസൺ ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ. പക്ഷെ എനിക്ക് ഇപ്പൊ ആൾക്കാർക്ക് ഓൾറെഡി അറിയാം ഒരു പ്ലാനാ. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ കഴിഞ്ഞ സീസൺ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം അത് ഇഷ്ടമാണെന്ന് പറയാൻ കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. എന്നാലും ഇപ്പൊ റീസെന്റ് എനിക്ക് തോന്നുന്നു അഖിൽമാരാറിന്റെ ഒരു ഫ്ലാറ്റിന്റെ ഇനോഗ്രേഷൻ ആ സീസണിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അല്ലേ, അതൊക്കെ നല്ലതല്ലേ. ഗെയിം ആയിട്ട് എടുക്കാം. അല്ല ഞാൻ പലരും പറഞ്ഞിട്ട് കഴിഞ്ഞ സീസണില് വലിയ ടോക്സിസിറ്റി ഒന്നും ഉണ്ടായില്ല. കാര്യം ഗെയിമിനെ ഗെയിമായിട്ടേ കണ്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് റേറ്റിംഗ് ഉണ്ടായില്ല. ലാലേട്ടൻ വന്ന് ഞാൻ കണ്ട ഏതോ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് പ്രാവശ്യം റേറ്റിംഗ് വളരെ കൂടുതലാണ്. കാര്യം മുട്ടനടി കാര്യം ഞാൻ കണ്ട 4-5 അല്ല ഞാൻ ഇത് ഇപ്പൊ സീസൺ 6 അല്ലേ, സീസൺ 6 വിളിച്ചിരുന്നു. അന്ന് പോയിരുന്നെങ്കിൽ ഇപ്പൊ ഇരുന്നിട്ട് പുള്ളിയുടെ വിശേഷം നിങ്ങൾക്ക് സംസാരിക്കായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് നടക്കണ പരിപാടിയാണ്. അതാ പറഞ്ഞത് ആദ്യത്തെ ആഴ്ച തന്നെ പോകും. അന്നൊക്കെ അവിടുത്തെ വിശേഷങ്ങളും എന്നൊക്കെ എല്ലാം അറിയായിരുന്നു. സ്ക്രിപ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത്രയും അടി ഉണ്ടാക്കണം എന്നുള്ളത് ഒബ്വിയസ് അല്ലേ. അപ്പൊ അടി അവര് എന്തായാലും ഉണ്ടാക്കും. കാര്യം എന്നാലും പണ്ട് റോബിൻ വന്നപ്പോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. അതല്ല അപ്പൊ ആ വീട്ടില് എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കണമെങ്കില് ആ ഷോ ആരെങ്കിലും കാണും. ലൈക്ക് എല്ലാ ദിവസവും എല്ലാവരും എണീക്കുന്നു, സമാധാനമായിട്ടിരിക്കുന്നു. അതുപോലെ ഇവന് പോകാൻ പറ്റിയതാണ് ശരിക്കും. ബിഗ് ബോസ് കൂടുതൽ അറിയുന്നതും ട്രോളിലൂടെയാണ്. ട്രോള് കാണുമ്പോ അതിലെ ഒരു അന്നത്തെ ദിവസത്തെ ഒരു കണ്ടന്റ് ഫുൾ അവര് കാണിക്കും, ട്രോളിലൂടെ തന്നെ കാണിക്കും. വിശ്വസിക്കാൻ പറ്റില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ നേരെ ലൈവ് ഒക്കെ ബിഗ് ബോസ് ഇവനാളാ. ഞാനിതൊരു ഷോ കണ്ടിട്ടില്ല, പക്ഷെ എല്ലാം എനിക്കറിയാതെ. അപ്പൊ ഞാൻ എന്തായാലും കാണുന്നത് നിർത്തി ഗൈസ്. അപ്പൊ പോഡ്കാസ്റ്റിൽ എനിക്ക് അതിന്റെ ഡിസ്കഷൻ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നോക്കട്ടെ എന്റെ മൈൻഡ് എപ്പോഴെങ്കിലും മാറിയിട്ട് നീ പറഞ്ഞ പോലെ 25-30 എപ്പിസോഡ് ഞാൻ കണ്ടു തുടങ്ങുന്ന അങ്ങനെ ആയിരിക്കും ഈ ഷോ എപ്പോഴും. എന്ന് വെച്ചാൽ വീട്ടിൽ ഇത് വെച്ചോണ്ടിരിക്കും, വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഫോൺ ചാർജ് ചെയ്യാൻ ഇടുന്ന ഒരു ടൈമില് അവിടെ വന്നിരിക്കുമ്പോ ഞാൻ ഇത് അപ്പൊ ഒരു രസവും അങ്ങനെ ഒരു ഇത് കിട്ടി ഞാൻ കാണും. ഈ വട്ടം എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ ടൈമിൽ ആരും ഒന്നും വെക്ക. പിന്നെ IPL ഉണ്ട്. അപ്പൊ ഇപ്പൊ അമ്മച്ചി ഇല്ലാത്തോണ്ട് ഞാൻ IPL ആയിരിക്കും വെക്കാം. പക്ഷെ ബിഗ് ബോസ് എനിക്ക് തോന്നണേ ഈ ഞാൻ കണ്ട എപ്പിസോഡ്സിലുണ്ടല്ലോ മറ്റേ റോക്കി കിടന്ന് വിളയാടണ ഇതായിരുന്നു. അപ്പൊ കോമഡി എന്താന്ന് വെച്ചാ ഇത് ആൾക്കാർക്ക് മറ്റെന്തോ 7000 സ്ക്വയർ ഫീറ്റ് അങ്ങനെ എന്തോ
പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്നൊരു ബ്രേക്ക് ഇല്ല. കാര്യം ശനിയും ഞായറും ഉണ്ട്. ശനി ഞായറും പൊലിപ്പിക്കണ സാധനങ്ങളാണ്. പിന്നെ പക്ഷെ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച എന്താണെന്നാണ് റോക്കീനെ ലാലേട്ടൻ താക്കീത് കൊടുക്കണം. അതായത് ഇങ്ങനെ അടിക്കൂന്നും ത്രറ്റ് ചെയ്തൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അടിക്കൂന്ന് പറഞ്ഞാൽ അടിക്കണം, അല്ലാണ്ട് ഞാനാണെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞു ലാലേട്ടൻ. ഞാൻ പറഞ്ഞു ഇതെല്ലാം ട്രോളിൽ കൂടെ കാണുന്നതാണ്. എങ്ങനെയാണ് എന്നാ പിന്നെ ബാക്കിയുള്ളവര് ഹോട്ട്സ്റ്റാർ എടുക്കണമാര് മണ്ടന്മാരാ? അല്ല, ട്രോളിൽ നോക്കാൻ മെയിൻ സാധനം മാത്രമേ കാണിക്കുന്നുള്ളൂ. കാണിക്കുന്നത് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇപ്പൊ പുള്ളി 4 ദിവസം കണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞായറാഴ്ച അതെ ഇനി നീ നോക്കിയാ പിന്നെ ഒന്നുമില്ല. അപ്പൊ ലാലേട്ടൻ വന്നിട്ട് കറക്റ്റ് അടിക്കുന്ന പറഞ്ഞാൽ അടിക്കണം, ഞാനാണെങ്കിൽ അടിക്കും. അല്ലാത്ത പക്ഷെ അതങ്ങനെ പറയാൻ നിൽക്കരുന്ന്. അത് പറഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം നല്ല ഇടി എന്ന് പറഞ്ഞാൽ ടക്കുന്ന സൗണ്ട് കേട്ടോ. ആ ഇടി കൊള്ളണ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. പിന്നെ സിജോ പൊതുവെ നല്ല കണ്ടസ്റ്റന്റ് ആയിട്ടാണ്. സിജോ എന്ന് പറഞ്ഞ പുള്ളിക്കാണ് ഇടി കൊണ്ടത്. പുള്ളി പൊതുവെ നല്ല ഗെയിമാണ് കളിക്കണമെന്ന് എനിക്ക് തോന്നണത്. പക്ഷേ ഏതാണ്ട് സർജറി ബോക്സിങ്ങിന് ഒരേ ജിമ്മ് ഒരേ എന്റെ പൊന്നെ ഒന്നും പറയണ്ട. അതാ ഇത് ഇടി പറഞ്ഞപ്പോ എനിക്ക് ആദ്യം അതോ ഇവന് ഇരിക്കുന്നോണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നതാ. 3 മാസം പോയി ഞങ്ങള്. ആദ്യത്തെ മാസം വലിയ കുഴപ്പമില്ല, ഗ്രൗണ്ട് മാത്രമേ. അപ്പൊ ഞാനിവനും അങ്ങോട്ട് ആരൊക്കെ എതക്കണേ നോക്കും ആദ്യം. അത് ഞാൻ തൂക്കിയിടലും ഓടിച്ചിട്ട് ഇടിയൊക്കെ ഉണ്ടായിരുന്നു. 2ാമത്തെ മാസം തുടങ്ങി കളി മാറിയല്ലേ. ഇയാള് പറഞ്ഞ ഗ്ലൗസ് വാങ്ങിക്കോ പരിപാടി തുടങ്ങാൻ. അപ്പൊ ഞങ്ങള് ചാർജ് ആയി. ഞാൻ ഇവനെ എടുക്കും, ഇവനെ എന്നെ എടുക്കും. മറ്റേ പണ്ടൊരു പ്ലേ സ്റ്റേഷനിൽ ഇതുവരെ നോക്കൗട്ട് അവര് ഞങ്ങള് ഗിയറൊക്കെ ഇട്ട് വൻ പരിപാടി. ഞങ്ങളിങ്ങനെ ടിസ്ക്യൂ നീ ഇവരും കൂടെയാണ് അടിച്ച. അത് കഴിഞ്ഞ് പരിചയമുണ്ടല്ലോ. അപ്പൊ അത് ഇടി കൊണ്ടല്ലാന്ന് വെച്ചിട്ട് ഞങ്ങള് മേടിച്ച്. പക്ഷെ ബിയാക്ക് മനസ്സിലായി ഞങ്ങള് ടൈപ്പാണ്. പുള്ളി വന്ന് നിക്കും, പുള്ളിന് ഇടിക്കാൻ പറയും. അപ്പൊ നല്ല രസം പുള്ളിന് ഇടിക്കാല്ല. അപ്പൊ അത് കഴിഞ്ഞ് പണി പാടും, പുള്ളി തിരിച്ചിടിക്കും. അതായത് നമ്മളടുത്ത് ഇടിക്കാൻ പറയും. അപ്പൊ നമ്മള് നമ്മുടെ ശക്തി ഉപയോഗിച്ച് ഇടിക്കും. നമ്മുടെ ഇടിയൊന്നും പുള്ളിനെ ഏക്കില്ല. അത് പുള്ളിക്ക് കിട്ടണടുത്ത് കിട്ടിക്കും. കാലടിക്കും, നെഞ്ചത്തടിക്കും, ഒരു വീഴ്ച പതക്കോന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളിനെ വന്ന് ടക്കെന്ന് കേട്ടില്ലേ? ഞങ്ങള് ചറപറ കേട്ടു. എടാ അല്ല, ഇത് ഈ ബോക്സിങ്ങിന് വന്നുള്ള ആരുടെ ഐഡിയ ആയിരുന്നു? എന്റെ ജിമ്മ് പോരാഞ്ഞിട്ട്. അല്ല, ജിമ്മിന് പോണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഞാൻ ജിമ്മിന് പോണില്ല. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് കൂടുതൽ ആക്ഷൻ പടങ്ങളാണ് റിഫ്ലക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ. അല്ലല്ല അത് RDXന്റെ മുന്നേ നമ്മൾ പോയി തുടങ്ങി പോടുക. ഡിസംബറിലല്ലേ? റിഫ്ലക്സ് ക്രിസ്മസ് ഓണം ഇവ കല്യാണം കഴിഞ്ഞിട്ടാ പോകാൻ തുടങ്ങിയത്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ പോകാൻ തുടങ്ങിയത്? സെപ്റ്റംബറിലല്ലേ? RDX കണ്ടിട്ടൊന്നുമല്ല, എന്തോ റിഫ്ലക്സ് ശരിയാക്കാൻ പോയതാ. പക്ഷെ ഉള്ള റിഫ്ലക്സ് പോയി കാരണം ഇത് തുടങ്ങിയപ്പോ ജിമ്മിനും പോകാൻ പറ്റുള്ള നല്ല ഇടിയല്ലേ കിട്ടണം. അങ്ങനല്ല, പക്ഷെ എനിക്ക് എനിക്ക് കിട്ടിയാലും നല്ല രസമായിട്ട് തോന്നി. അടിച്ചു പിടിക്കാനാണ് വേദന എടുത്തിട്ട്. അങ്ങനല്ല, ഒരു ആർട്ട് ഫോം ആണല്ലോ അത്. അല്ല, അത് പഠിക്കുമ്പോ അതിന്റെ കുറെ കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ ജിമ്മിന് പോകുമ്പോ മസിൽ പെയിൻ ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ബോക്സിങ്ങിന് പോകുമ്പോ മോഹൻലാൽ മോഡാ. അതെന്താ മോനെ സുഖമുള്ള വേദന? അല്ല, കറക്റ്റ് ആണ്. അതൊരു സുഖമുള്ള വേദന. ആ ഇടി കൊണ്ട് നല്ല, ഞാൻ അത്യാവശ്യം നല്ല ഫ്ലോയിൽ വരുമായിരുന്നു. എങ്ങനെ ഇടി കൊണ്ടും ഈ തുണിയൊക്കെ പിഴിഞ്ഞിടൂലേ, അതുപോലെ അവിടെ ഇട്ടിക്കണം. അങ്ങനല്ല, ഞാൻ നല്ല ഫ്ലോയിൽ വന്നത്. ആ സമയത്താണ് എനിക്ക്, ഞാൻ പറഞ്ഞില്ല, ഖത്തറിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അവിടെ പോയാ? അല്ല, പോയില്ല. അത് പോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നു. ഇത് തൽക്കാലം സ്വകാര്യ എപ്പോ വേണമെങ്കിലും പോകാം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോ അതല്ല, എപ്പോ വേണമെങ്കിലും ഖത്തറിലേക്ക് പോകാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്ന് നിന്നപ്പോ തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി പിന്നെ 2-3 കൂടെ റീസ്റ്റാർട്ട് ചെയ്യും ബോക്സിങ്. ശരിക്കും അപ്പൊ നീ എന്താണ് ഇത്, സെൽഫ് ഡിഫൻസ് ആയിട്ടാണോ അതോ ഒരു എക്സർസൈസ് ആയിട്ടാണോ? പണ്ട് കരാട്ടെ പഠിച്ചിട്ടുണ്ട് ഞാൻ, പിന്നെ നീയോ. അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്
പുള്ളി ആ സമയത്ത് ഉണ്ടല്ലോ, സ്കൂളിലുണ്ടല്ലോ, എന്റെ സീനിയർ ആയിരുന്നല്ലോ. You accept that. For you. കരാട്ടെ ക്ലാസ്സിന് പോണാണ്, അവിടെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അതാണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അന്നും പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവൻ പോകുന്നുള്ള ഒരു വാർത്ത കേട്ടത്. പിന്നെ ചാടി കയറി ഇവന്റെ കൂടെ അങ്ങോട്ട് കയറി. അവൻ പോണോണ്ട് മാത്രം അല്ല, പോകുന്നോണ്ട് മാത്രമല്ല, നമുക്കൊരു എല്ലാത്തിലും കയറണമെങ്കിൽ ഒരു പാർട്ട്ണർ വേണമല്ലോ. ജിമ്മിലാണെങ്കിലും പല ആൾക്കാരും നിർത്തുന്നത് കൂടെ ഒരാളില്ല, പോകാൻ മടിയുള്ളൂ. നിനക്ക് PT ഉണ്ടല്ലോ. നിനക്ക് PT ഉള്ള ഒരാൾ. ഇപ്പൊ ഞാനും ജിമ്മിൽ പോകുന്നത്, ഞാനും PT എടുത്തുകൊണ്ട് പോകുന്ന, ഇല്ലെങ്കിൽ മടിയായിരിക്കും. കാരണം പോണം, എല്ലാ ദിവസവും പോണം. അല്ല, പോയി കഴിയുമ്പോ അവിടെ ചെന്ന് പുള്ളി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും. പിന്നെ ഇവിടെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും പുള്ളി നിർബന്ധം, എന്റെ ട്രെയിനർ ആണെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ പുള്ളി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും. വേണ്ടത്. എനിക്കതാ വേണ്ടത്. അപ്പൊ ഞാനായിട്ട് ചിലപ്പോൾ സ്വയം പോകില്ല, പക്ഷെ വൺസ് ആ ഫ്ലോയിലേക്ക് എത്തിയാൽ ഞാൻ പിന്നെയും ഒറ്റക്കാണെങ്കിലും പോകും, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെയാണ് ബോക്സിംഗിലേക്ക് പോയത്. ബോക്സിംഗ് ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ ഇങ്ങനെ ഇപ്പം പലതും പറയും, നമ്മൾ നോക്കി ചെയ്യരുത്. അല്ല, ഇവൻ ഇടി കൊണ്ടിട്ട് വന്നാ, ഇവന്റെ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഇടി വന്നത്. ശ്വാസം മുട്ട്, എനിക്ക് മറ്റേ തലക്ക് വെച്ച് കിളി വറക്കണമല്ലോ. എന്താ ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ജിമ്മിൽ പോകുന്നത്. അങ്ങനെയല്ല, ഈ ബോക്സിംഗിന് വരുമ്പോ ഇടി കൊള്ളും എന്നുള്ളത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇടി കൊള്ളാൻ തയ്യാറായിട്ട് നിൽക്കണം. ഇതിപ്പോ ഒരു ഇടി കൊള്ളാൻ വേണ്ടത്, ഒരു ഇടി കൊള്ളുമ്പോ എന്നെ ഇടിച്ചെന്ന് പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. അതേ ആരോപണമാണ്. ഒരു ഇടിയൊന്നല്ല, 5-8 ഇടി കൊണ്ട്. അല്ല, ഒരു ആർട്ട് ഫോം നമ്മൾ പഠിക്കുമ്പോ ഒരുപാട് ഇടി കൊള്ളണം. അല്ല, ഞാൻ അതല്ലേ പറഞ്ഞു, ഞാൻ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യും. നിനക്ക് വേദന അല്ല, ഞാൻ മെയ്യും കൂടെ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യും. മെയില് കുറച്ച് പരിപാടികളുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ രണ്ടോളം ബിഗ് ബോസിൽ പോകണ്ടത്. ആ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, ആരോപണം ന്യായീകരണം. ഇവന് മൊത്തം ആരോപണമായിരുന്നല്ലെങ്കിൽ നല്ലതാണ്. ഇപ്പൊ ചിലർക്ക് ചിലത് വർക്ക്ഔട്ട് ആവും. ഇപ്പൊ ഞാൻ സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ട്, വർക്ക്ഔട്ട് ചെയ്തു. ഞാനും സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ട്. നീ എന്തിനാ ഞാൻ പഠിക്കണേ അല്ല, നീ എന്നാ സ്വിമ്മിങ്ങിന് പോയത്? അത് പറയൂല, അത് കണ്ടിട്ട് പോയതാന്ന് പറയാനല്ല. അല്ലല്ല, ഞാൻ 2016-17. ഞാൻ 2023. അപ്പൊ ഞാനാണ് ആദ്യം പോയത്. ഞാനിവിടെ എടപ്പള്ളി ലൈഫ് അത് കൊള്ളല്ലേ? ഇത് തന്നെ അത് കുളമൊന്നല്ല, അവിടെ കുളത്തിലാണ്. പക്ഷെ നല്ലതാണ് അവിടെ, നല്ലതാണ്. അത് നമ്മൾ ഒരു അന്നൊക്കെ ഒരു ആവേശത്തിൽ പോയി എല്ലാത്തിനും ജോയിൻ ചെയ്യും. ഇപ്പൊ സ്വിമ്മിങ്ങിനും ഇടക്ക് കുറച്ചാള് ബില്ലിയാർഡ്സ് കളിക്കാൻ പോയിരുന്നു ഇവിടെ വാഴക്കാല തന്നെ. എല്ലാം തുടങ്ങി വെക്കും, പക്ഷെ ഒന്നും തീർക്കില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ജിമ്മിൽ വരരുത്, ബോക്സിംഗിൽ വരരുത്. നമുക്കറിയുള്ളൂ, നിനക്ക് കഴിവുകളൊന്നുമില്ല. നീ ഒരു കഴിവുപെട്ടവരാണ്. അല്ല, അത് കഴിവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വെളിപ്പെടുത്തുന്നില്ലല്ലോ നിന്നെ പോലെ. അത് നീ വെളിപ്പെടുത്താത്തോണ്ട് ഞങ്ങൾ വെളിപ്പെടുത്തുന്നു. ആരെങ്കിലും ഒരാൾ പറയുള്ളൂ. എന്നൊക്കെ പറഞ്ഞാലും CA കാരനാണ്, ഓഡിറ്ററാണ്. CA ആയിട്ടില്ല, ആകും. എനിക്ക് ഓർമ്മ വെച്ചാണല്ലോ ഞാനിവനെ പരിചയപ്പെടുമ്പോ തുടങ്ങിയ CA. അല്ല, അന്നൊക്കെ ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് കിരൺ എന്നെ പരിചയപ്പെടുത്തുന്ന തന്നെ ഞങ്ങൾ കാണുന്നത് തന്നെ എങ്ങനെ ഏതോ അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ വന്ന BC ഒരു പേപ്പർ അക്കൗണ്ടൻസി ആയിരുന്നു. നിങ്ങൾ പഴയ വീട്ടിൽ വെച്ചിട്ട് ഞാൻ തോറ്റു. പക്ഷെ വേറൊരാള് ജയിച്ചു. രണ്ടുപേരെ പഠിക്കാൻ വന്നല്ലോ. കിരൺ ജയിച്ചു, ജോൺ ജയിച്ചു. ടീച്ചറിന്റെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാരും ജയിക്കണം അല്ലേ? പക്ഷെ പിള്ളേർക്ക് പഠിക്കാന്നുള്ളൊരു ഇത് വേണ്ടേ? ഇവ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ജയിച്ചില്ലല്ലേ? ഞാൻ ജയിച്ചു. ഇനി പറ, പഠിക്കുന്ന കുട്ടിക്കും വേണം ഒരു പഠിക്കാനുള്ള ഒരു ആഗ്രഹം വേണം. ഇത് ഒരു ആഗ്രഹമില്ല. നീ ഏതായിരുന്നു പഠിപ്പിച്ചത്? അത് പഴയ വീട്ടിലായിരുന്നു. ഇൻകം ടാക്സ് പഠിപ്പിച്ചു. ചേട്ടന് ഇൻകം ടാക്സ് പഠിപ്പിച്ചു. കിരണിനെ ജോണിനെ ഇവന് അക്കൗണ്ട്സ് പഠിപ്പിച്ചു. ഇവൻ തോറ്റുപോയി. എന്നെ പഠിപ്പിച്ചില്ല. നീ ഇപ്പോഴും വന്നിട്ട് ആറിനോട് എല്ലാ ദിവസവും ചില്ലിയാലോ? തോറ്റ എന്റെ കൂടെ അല്ലേ? ജയിച്ച ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടാ? അതിലാണ് കാര്യം. അതിപ്പോ ജയിച്ച കിരൺ, അങ്ങനെയാണ് ജയിച്ച ചേട്ടൻ കൂടെ അല്ലേ? പുള്ളി ഇപ്പൊ കല്യാണം ഞാൻ വീടിയതില്ലേ? എടാ, എന്നാലും നമുക്കൊരു സ്പേസ് ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഇല്ലാത്തോണ്ട്. പൂജ ഇല്ലാത്തപ്പോഴെങ്കിലും സ്പേസ് ഉണ്ടല്ലോ. അപ്പോഴെങ്കിലും നിനക്കുണ്ടോ? ഞാൻ പുള്ളിനോട് ഫുൾ ടൈം ഉണ്ട് ഇപ്പൊ. അറിയില്ലേ, ജോലിക്ക് പോയി പിടിക്കപ്പെടും. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, നിങ്ങനെ മതി പോഡ്കാസ്റ്റ് ഇടക്ക് അല്ലേ?
മെയിൻ പോസ്റ്റിന്റെ ആവശ്യമില്ല. അതെ, തുടങ്ങണം നമ്മൾ ഇത്രയും പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് സെറ്റപ്പിന് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പഴയ പോലെ വയറൊന്നുമില്ല, പുതിയ മൈക്ക് വേണ്ടി ചേരണം. അതാണ് ഉമ്മരെ നടക്കാൻ ഒരു മൈക്ക് വെച്ച് കൊടുത്തേക്കണം. പിടിക്കും ക്യാമറ വിറ്റു, ഇനി കുറച്ച് ആളുകൾ വിൽക്കാനുണ്ട്. ശരിക്കും നമ്മൾ പോഡ്കാസ്റ്റ് തുടങ്ങാൻ തീരുമാനിച്ച് മഞ്ഞുമൽ ബോയ്സ് ഉണ്ടപ്പോഴാ. ശരിയാ, അത് വലിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ആ കഥ ഞാനിപ്പോ പറയണില്ല. ആ കഥ പറഞ്ഞ ട്രോമയൊന്നുമില്ല, പുള്ളിനെ വീട്ടിൽ നിർത്താൻ വീട്ടുകാർക്ക് അറിയില്ലല്ലോ. പക്ഷെ വേണ്ട, അതിപ്പോ പറഞ്ഞ എല്ലാവരും വിചാരിക്കും നമ്മൾ പക്ഷെ പടം കണ്ട് തള്ളണമെന്ന് വിചാരിക്കുള്ളൂ. ഇല്ലില്ല, അതിപ്പോ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ. പടം ഒന്ന് ആറിയിട്ട് പടം അറിയിപ്പോ അടുത്താഴ്ച ഓട്ടിട്ട് വരും. അതോടെ പറഞ്ഞ നിർത്താം. ആടുജീവിതം വന്നതോടെ അല്ലേ? അല്ലല്ല, ഇനിയും പറഞ്ഞാല് അത് കുക്ക്ഡപ്പ് സ്റ്റോറി എന്നേ പറയുള്ളൂ. ഇല്ലെങ്കിൽ അന്ന് പോയ എല്ലാ ടീമും വരണം. ഞാൻ പുള്ളിന് ഞാൻ അന്നോടെ കൊണ്ട് കുക്കിയിടാം. അല്ല, അന്ന് ട്രാവലറിൽ ഉണ്ടായ അത്രയും പേര് വരണം. ഇവനാ ബോക്സിങ്ങിന്റെ ഇടയിൽ തലക്കൊരു എടുക്കാൻ പറ്റത്തില്ല. എല്ലായിടത്തും പുറത്തുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതൊന്നുമില്ല, പുള്ളി ജസ്റ്റ് ഒന്ന് നോക്കിയോ പോയി. വേറെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ആ പടം കണ്ടത് പക്ഷെ അത് തീവ്രത പറയണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അതാണ് അത് നമുക്ക് ഇല്ല അല്ലേ? ഇല്ലെങ്കിൽ നമുക്കത് വേറൊരു എപ്പിസോഡ് ഞാൻ പെട്ടെന്ന് തീർത്തുതരാം. ചിദംബരം പറഞ്ഞ സുഭാഷ് കുഴി പോയി. ചേട്ടാ, അത് ഞങ്ങളുടെ ട്രിപ്പായിരുന്നു. പുള്ളി ശരിക്കും ഞങ്ങളുടെ 1 year ഡൗൺ ആയിട്ട് വന്ന. ഇവനറിയാലോ അതിനകത്ത് ഒരാവശ്യമില്ലാണ്ട് ഇവിടെ ഇരിക്കണ പുള്ളിനെ ഒരു ദിവസം ഞാൻ വന്നിട്ടുണ്ട്. നാളെ കൊടുക്കണല്ലോ വന്നുണ്ടാ. പുള്ളി പറഞ്ഞു ഞാൻ വന്നില്ല. നമുക്ക് ഇരുന്നോട് പോവാ, പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. അപ്പൊ പുള്ളിനോട് ചോദിച്ചു അന്ന് ഞാൻ വരാം, അന്ന് വരി. അങ്ങനെ പുള്ളിന്ന് ഇവിടുന്ന് വലിച്ചേറ്റ് അല്ല, ആ പടത്തിൽ കാണിക്കുന്ന പുള്ളി വരേണ്ട ആളെ അല്ല. പക്ഷെ ഇത് സ്റ്റോറി ആവില്ല. എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരാളോട് കണ്ടിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പുള്ളി എടാ നമുക്കുണ്ട് ഇതല്ലേ. എല്ലാരും ഇങ്ങനെ കുഴിയിലല്ല, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ട്രിപ്പിന് വന്നാ പുള്ളി. അല്ല, ആക്ച്വലി സംഭവം എന്താന്ന് വെച്ചാൽ അന്ന് ഞാൻ കൊടൈക്കനാലിൽ പോയിട്ടില്ലാത്ത ഹിൽ സ്റ്റേഷനാണ്. അപ്പൊ എല്ലാരും പോകണം. അപ്പൊ എനിക്കിത് പേടിയോ അന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു. കളിയും ചിരിയൊന്നുമില്ല, വെറുതെ എന്ന് വെച്ചാ ഈ പടത്തിൽ ECG വേരിയേഷൻ കാണിക്കൂലേ പേഷ്യന്റിന്റെ, അതുപോലെ പൊക്കോണ്ടിരുന്ന ഞങ്ങൾ ഇങ്ങനെ കാര്യം. ഈ പോഡ്കാസ്റ്റിന്റെ അമ്മയച്ഛനും കാണുകയാണെങ്കിൽ എന്തായാലും പേടിക്കും. കാര്യം പിന്നെ ഞങ്ങളിവിടെ എന്നിവിടെ കയറ്റു. കാര്യം നമ്മൾ പോണത് 2015 15 ഡിസംബർ. ഇപ്പൊ ഈ ഡിസംബർ ആകുമ്പോൾ 9 വർഷമായിട്ട് നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഇതോടുകൂടി എല്ലാം തീർന്നു. നിന്റെ വരവും ഞാൻ എപ്പോഴും സേഫാ. വന്നിട്ടില്ല. അല്ല, അന്ന് ഞാൻ പോയപ്പോ ഈ പറഞ്ഞ പോലെ അനിയനും അവനൊക്കെ പറഞ്ഞു പോവാ. അപ്പൊ ഞാൻ അവനോട് ഞാൻ ചോദിച്ചാ നിങ്ങളുടെ ട്രിപ്പല്ലേ ഞാൻ അല്ല കുഴപ്പമില്ല. കാര്യം ഞാൻ ഇവന്മാരായിട്ട് അന്നേ നല്ല എല്ലാരും അറിയാം, നല്ല ക്ലോസ് ആണ്. അപ്പൊ പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനാണ് അന്ന് ഫ്രണ്ടിലിരിക്കണത്, ഡ്രൈവറിനെ ഉറക്കാണ്ടിരിക്കണം. അപ്പം അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ബാക്കി എല്ലാം വരെ കിടന്നുറങ്ങി. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഈ ചുരം കയറണാണ് കൊടൈക്കനാലിലേക്കുള്ള വണ്ടിയിൽ. ഇതിങ്ങനെ കാണുമ്പോണ്ടല്ല, ആദ്യമായിട്ട് എനിക്കൊരു ഹിൽ സ്റ്റേഷനിൽ കയറുമ്പോൾ എന്തൊരു നെഗറ്റിവിറ്റി. ഞാൻ തള്ളയല്ല, എനിക്ക് തോന്നി ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര താഴ്ച. അതുപോലെ അവിടുത്തെ ഹെയർ പിൻ റോഡ് കുറച്ച് ടഫാണ്. കൊടൈക്കനാലിൽ പോയിട്ടുള്ള എന്നിട്ട് വെളുപ്പിന് ലൈറ്റ് വരുമ്പോഴാണ് ഏകദേശം മുകളിലെത്തി. അതെ അതെ, കാര്യം ചുരം കയറി തുടങ്ങുമ്പോ ഇരുട്ടാണ്, വെളുപ്പിനാണ്. എന്റെ ഓർമ്മ ശരിയാണ് 4:30-5 മണിയാകുമ്പോഴാണ്. എന്നിട്ട് ഒരു ലൈറ്റ് വന്ന സമയമ്പോഴാണ് നമ്മൾ മുകളിലെത്തണത്. അപ്പൊ മുകളിലെത്തിയപ്പോഴത്തേക്ക് ഡ്രൈവറിന് ചെറിയ ക്ഷീണം വന്നിട്ട് പുള്ളി വണ്ടി ഒതുക്കിയിട്ട് കുറച്ചു നേരം ഉറങ്ങാന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാനും ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം കണ്ണടിച്ചു. അപ്പത്തേക്ക് ഈ കാലന്മാരെല്ലാം കൂടി പുറകെ വണ്ടി ഇവന്മാരെപ്പോഴാണ് എണീറ്റത്. എന്നിട്ട് മൊത്തം ഇത് അവസാനം ഡ്രൈവർ ചീത്ത പറഞ്ഞ ഒന്നും മിണ്ടാണ്ടിയുടെ അച്ഛനും ഇതാക്കട്ടെ. സമയത്ത് റെസ്റ്റ് ചെയ്യായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ മതി. കൂടുതലും അപ്പൊ പല അത് കഴിഞ്ഞിട്ട് അന്ന് ഫൈനാൻസസ് ഒക്കെ ഞാനാ നോക്കിയിരുന്നു, ഓർമ്മയില്ല എല്ലാത്തിനും കണക്ക് ഇതൊക്കെ ആയിട്ട്. അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല, മറ്റേ ഫുൾ ക്യാഷ് ആണ് എല്ലാവരുടെയും. പുള്ളി മറ്റേ ബാഗൊക്കെ ഇട്ട് മറ്റേ ഫ്രണ്ട് ഇരിക്കണം. അല്ല, UPI ഒന്നും ഇത്ര വിപുലമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. ഇല്ല, 14-15 ശരിയാ, ഫുള്ള് ക്യാഷ്. അപ്പൊ ക്യാഷ് എന്റെ കയ്യിലാണ്, ഞാൻ അതൊക്കെ ഡീൽ ചെയ്യണത്. എന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്തൊക്കെ പോയി. അപ്പൊ എനിക്ക് എന്തൊക്കെയാ ത്രൂ ഔട്ട് ദ ട്രിപ്പ് എനിക്ക് മൊത്തത്തിൽ പൈസയുടെ കേസിലുണ്ട്. എവിടെയെങ്കിലും കയറിക്കാൻ പറ്റും. അല്ലമ്പ് പിള്ളേര് കയറണല്ലേ എല്ലാം പിള്ളേരെ എടുക്കല്ലേ, പൈസ ഇല്ല. അതെ, കട്ട ഏറ്റവും വിമലിന്റെയും ജിതിന്ന് പറഞ്ഞ ബർത്ത്ഡേ ആണ്. ഇവന്മാർക്ക് ബാർബിക്ക് അടിക്കണം, ബാർബിക്ക് മസ്റ്റാണ്. അങ്ങനെ ലുലു കയറി ബാർബിക്യൂന്റെ ഗ്രില്ല് മറ്റേ ചാർക്കോള്
ബാർബിക്യൂ സോസ് മയോണൈസ് എല്ലാ സാധനമായിട്ട് കൊടൈക്കനാൽ വരെ കെട്ടിയെടുത്ത് പോയിക്കണം. കൊടൈക്കനാൽ മഞ്ഞത്തിരുന്ന് ബാർബിക്യൂ അവസാനം വിറ്റെന്നാ അറിയോ? രണ്ടാമത്തെ ദിവസം അല്ലേ? രണ്ടാമത്തെ ദിവസം തലേന്ന് ചിക്കൻ വാങ്ങണം. ഒരു കടയിൽ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് ഓർത്ത് ബാർബിക്യൂ സെറ്റൊക്കെ ഉണ്ട്, കോഴിയില്ല. ഞങ്ങള് പിന്നെ നമ്മളെ അറിയുള്ളൂ. പുള്ളി വെച്ച് ഞങ്ങൾ കോഴി വേണം. എനിക്ക് കോഴിയൊന്നും കിടക്കിയത് 6 മണിയായി, കടയൊക്കെ മൂടി. അപ്പൊ അവസാനം കാര്യം പറഞ്ഞ് ഒരു 4 കിലോ കോഴി കിട്ടും. വിമല് 4 പറ്റൂല തന്നെ, 6 കിലോ തന്നെ വേണം. അയാളോട് തർക്കം 6 കിലോ വേണം. അപ്പൊ 4 കിലോ കിട്ടുള്ളൂ, 6 കിലോ വേണം. അയാള് ഞാൻ പറഞ്ഞു ഇവരെ പോട്ടെ 4 കിലോ അഡ്ജസ്റ്റ് ചെയ്യും. 4 കിലോ കൊണ്ട് കോഴി ഉണ്ടാക്കാൻ പോയി. എന്നിട്ട് രാത്രി ഭയങ്കര കോമഡി ആയിരുന്നു. തലേന്ന് കാര്യം ഈ സാധനം വേവണില്ല. എന്ത് ചെയ്തു? സാധനം വേവണില്ല. ഇത് ടേസ്റ്റ് ചെയ്യാൻ വന്ന് നോക്കണവന്മാർക്ക് ബോധം വേണം. ഞാനൊക്കെ ഉണ്ടതില് ഇതെടുത്ത് കടിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തിരിയുമ്പോ ഇവിടെ നിന്നൊക്കെ ചോര. എന്തായാലും കോഴി വന്നിട്ടില്ല. അയ്യോ അത് ഓർമ്മിക്കല്ലേ. ബായ് അരുൺ എന്ന് പറഞ്ഞൊരുത്തനാണ് ഇപ്പൊ അയർലൻഡിൽ ഒരു പൊസിഷനിലാണ്. പുള്ളിയൊക്കെ അവിടെ കാണിച്ചു കൂട്ടിണ്ടല്ലോ. ആ ഹോട്ടലിൽ തിരിച്ചു വെച്ചു. കേട്ട് കഴിയുമ്പോ എനിക്ക് തെറി പറയും, കമന്റ് ചെയ്ത് തന്നെ ചിലപ്പോ തെറി പറയും. പക്ഷെ അന്ന് രാത്രി അവിടത്തെ മാനേജറിനെ ഞങ്ങള് ഫ്ലിപ്പ് ചെയ്ത് അവിടത്തെ റിസപ്ഷനിസ്റ്റിനെ ഞങ്ങള് തൂഫാനാക്കി. അവനാ ഈ ബാർബിക്യൂ അവസാനം വർക്കൗട്ട് ആവുന്നിട്ടേ പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് കോടമഞ്ഞുള്ള സമയത്ത് അവനെ സ്കൂട്ടറിൽ വിട്ട് എണ്ണ വാങ്ങാൻ. എന്നിട്ട് എണ്ണ മേടിച്ചോണ്ട് വന്നിട്ട് ഗ്യാസില്, അതായത് ഒരു ഗ്യാസ് കുറ്റി കംപ്ലീറ്റ് തീരാറാവേണ്ട അവസ്ഥ എന്തോ. കാര്യം ഇത് എത്ര ഇട്ടിട്ടും സാധനം വേണില്ല. ലാസ്റ്റ് പുതിയ ഗ്യാസ് കുറ്റി എന്തോ എടുത്തു കൊടുത്തിട്ടാണ് നമ്മള് വിട്ടത്. ആദ്യം പുറത്തായിരുന്നു കളി, നടപടിയാവില്ലെന്ന് മനസ്സിലായി. അടുക്കളയുടെ അകത്തായി കളി. അടുക്കള കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പുകയാണ്. കാര്യം പോരാതെ അന്നാണ് ഡിസംബറാണ്, രാത്രി കൂടെ മുടിഞ്ഞ തണുപ്പാണ്, മൈനസ് ഒക്കെ പോയി. കട്ട തണുപ്പാണ് നടക്കാനുള്ള. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കുറച്ച് കറങ്ങിയിട്ട് തിരിച്ചു വരണതാണ്. അപ്പൊ പിറ്റേ ദിവസം അതെ കറങ്ങാൻ ചില സ്പോട്ടുകളൊക്കെ നമ്മൾ പോയി. ഒരു ഡോൾഫിൻ നോസ്, അപ്പൊ ഡോൾഫിൻ അങ്ങോട്ട് പോകാൻ നേരത്ത് അതിന്റെ അറ്റത്തേക്ക് കുറച്ച് നടക്കണം. എനിക്ക് എന്താന്നറിയില്ല, ആ സ്ഥലമൊക്കെ കണ്ടിട്ട് വൻ നെഗറ്റീവ്. ഫുൾ ഓണായി. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കും ഞാൻ കൊടൈക്കനാലിലേക്ക് വരില്ല, എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് മൂന്നാറൊക്കെയാണ് ഇഷ്ടം. അപ്പൊ ഇവന്മാര് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു എടാ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വണ്ടി ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവര് പോയി ഡോൾഫിൻ നോസ് കണ്ട് ഞാൻ വണ്ടി ഇരിക്കണായിരുന്നു. വണ്ടി നിർത്തിട്ട് കുറെ നടക്കാം. പക്ഷെ ഇവന്മാര് പോയിട്ട് വന്നിട്ട് പറഞ്ഞു എടാ കിട്ടില്ല സ്പോട്ട്. അതാണ് മറ്റേ മലരയിലൊക്കെ കാണിക്കുന്ന സ്ഥലം. അതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ പോറിനൊക്കെ തൊട്ടുമുന്നേ ഒരു സ്പോട്ടിലും കൂടി പോയി. അപ്പൊ അവിടെ പോയപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ നല്ല താഴ്ചയൊക്കെ ഉള്ള സ്ഥലമാട്ടാ. അപ്പൊ ഞാനിങ്ങനെ എത്തി നോക്കിയിട്ട് എനിക്ക് പണ്ടാരി ഇങ്ങടൊക്കെ വീണ് അവസ്ഥ എന്താണ്, നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഞാനില്ല ഇങ്ങടെ നിന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറി. അപ്പൊ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിന്ന് സത്യം പറഞ്ഞാല് നമ്മൾ തിരിച്ച് ചുരം ഇറങ്ങാൻ വിചാരിച്ചാലും ലേറ്റായി. ലൈറ്റ് ഉള്ളപ്പോ ഇറങ്ങാം. ഒരു ലേറ്റായെന്ന് മാത്രമല്ല ഈ നടത്തോ എല്ലാം കൊണ്ട് എല്ലാരും ടയർഡായി. ഉച്ചക്ക് കഴിച്ച ഭക്ഷണം മോശം. അങ്ങനെയാണ് വണ്ടി കയറുന്നത്. ഒരുത്തന് വാള് വെക്കണോന്ന് പറഞ്ഞു. ചുരം ഇറങ്ങി ഭയങ്കര കോടയും കലമ്പായിട്ട്. അപ്പൊ ഫ്രണ്ടിൽ ഇരിക്കണ പുള്ളിയാണല്ലോ. അല്ല ഞാൻ അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മറ്റേ ടെമ്പോ ട്രാവലറാണ്. അപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കണ ആളെ ഇറങ്ങിയിട്ട് ഈ സീറ്റ് ഇങ്ങനെ മടക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ഇറങ്ങാൻ പറ്റുക. നമ്മള് കോളിസ് അല്ല, ടെമ്പോ ആയിരുന്നു. അപ്പൊ ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പം നമ്മള് തിരിച്ചിറങ്ങുമ്പോൾ എനിക്ക് നെഗറ്റിവിറ്റി പിന്നെയും കൂടി. കാര്യം എന്താണെന്നറിയോ, നമ്മളൊരു 3:30-4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ 6 മണിയും കഴിഞ്ഞ് ഇരുട്ടായി. സത്യം പറഞ്ഞാൽ ലിറ്ററലി ഇരുട്ടായി. ചാറ്റൽ മഴയുണ്ട്, പെട്ടെന്ന് ഇരുട്ടാവും. ആ സ്ഥലം പെട്ടെന്ന് ഇരുട്ടാവും. ചാറ്റൽ മഴയുണ്ട്, നല്ല രീതിയിൽ മഞ്ഞുണ്ട്. അപ്പൊ വിസിബിലിറ്റി ഒക്കെ കോംപ്രമൈസ്ഡ് ആണ്. അപ്പൊ ഈ പുള്ളി ഒരു വിധത്തിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ എനിക്ക് ഈ മൊത്തത്തിൽ അവരെ ആംബിയൻസ് കണ്ടിട്ട് വൻ നെഗറ്റീവ്. ഞാൻ എന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ ചുരം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാ. ഒന്നാമത് ആ ചുരം വിജനമാണ്, എല്ലാ സമയത്തും വല്ല വണ്ടി എതിരെ വന്നാലേ ഉള്ളൂ. അങ്ങനെ വളഞ്ഞെറിഞ്ഞു പോയി. ആദ്യത്തെ ഒരു തന്നെ വാള് വെക്കാൻ വന്നപ്പോൾ നിർത്തി ഒരു സ്ഥലത്ത്. അത് ശാന്തമായിട്ടാണ് പുറകിന്ന് മെസ്സേജ് തന്നത്, ചേട്ടാ ഒരൊക്കെ വാള് വെക്കാൻ വന്നുണ്ട്, നിർത്തണം. അപ്പം പുള്ളി ഒരു സ്ഥലത്ത് നിർത്തി. ഞാനവിടെ ഇറങ്ങി സീറ്റ് മടക്കി ഇപ്പം വാള് വെക്കാൻ ഇറങ്ങി. അപ്പം ഞാനിങ്ങനെ അവിടെ സ്ഥലമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ആകാശം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇരുണ്ടിരിക്കണേ, മരങ്ങൾ നിൽക്കണേ ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് ഞാൻ വല്ല പുലിയൊക്കെ വന്നാലോ, ഇത് കാണാനുള്ള സീനാണ്. ഞാൻ ഫുള്ള് എന്റെ മൈൻഡ് നെഗറ്റീവ്. പക്ഷെ ഞാൻ ചിരിച്ചിരിക്കണേ പറയുള്ളൂ, എനിക്ക് കുഴപ്പം. പക്ഷെ എന്റെ മൈൻഡിൽ കൂടി പോണ സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് കയറി പിന്നെയും പോണാണ്. പിന്നെ കുറച്ചുകൂടി ഡേഞ്ചർ ചുരം കൂടെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് പെട്ടെന്ന് ഒരുത്തനും ഭയങ്കര അവസ്ഥയായി. അപ്പൊ ചേട്ടാ അതെ അപ്പൊ പറയുന്നതിന് വിളിച്ചു, ചേട്ടാ നിർത്ത് വളക്കും. അപ്പൊ പുള്ളി എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ടൈം പുള്ളി കിട്ടിയില്ല ഡ്രൈവറിന്. പുള്ളി പെട്ടെന്ന് കണ്ടൊരു സ്ഥലത്തേക്ക് ഒതുക്കി. അപ്പൊ ഞാൻ ഇറങ്ങണമല്ലോ ആദ്യം. ഞാനിങ്ങനെ ഡോർ തുറക്കുമ്പോൾ കാണുന്ന വെച്ചാല്
ഇവിടെ അതായത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പാണത് വളവില്ലടാ, ഒരു വളവ് പോലത്തെ സ്ഥലമാണ്. അപ്പം ഇവിടെ അവിടെ ഇങ്ങനെ സ്ലാബ് പോലെ വലിയ വലിയ കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ വണ്ടികൾ സൈഡിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് വെച്ചേക്കണ കല്ലുകളുണ്ട്. അത് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഡോറ് തുറക്കുമ്പോൾ എനിക്ക് ഇറങ്ങാൻ ആ കല്ലിൻ്റെ മുകളിലേക്കാണ് സ്ഥലമുള്ളൂ. കല്ലും വണ്ടിയും ചേർന്ന് കിടക്കണേ കല്ലിനോട്. അപ്പം ഞാൻ കല്ലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടപ്പോൾ ഡോർ ഇങ്ങനെ തുറന്നിരിക്കണല്ലോ. അപ്പം ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നവർക്ക് തടസ്സവും. ഞാൻ എങ്ങോട്ടെങ്കിലും മാറണം. ഒരുത്തൻ ഓൾറെഡി സ്റ്റീവൻ ഇറങ്ങി. അപ്പം ഞാൻ നോക്കുമ്പോൾ പിന്നെയും പുറകെ ആരൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങോട്ട് പോയാൽ ലൈക്ക് ഡോർ തുറന്ന് ഞാൻ ഇറങ്ങി. ഇങ്ങോട്ട് ഇവിടെ സ്റ്റീവൻ ഉണ്ട്, ഇവിടെ ഡോറ് തടസ്സമായിട്ടിരിക്കണാണ്. ഞാൻ ബുദ്ധി ഉപയോഗിച്ചു അവിടെയാണ് എന്റെ കണക്കുകൾ വെച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഡോർ ഇങ്ങോട്ട് തുറന്നിറക്കുന്ന ഡോർ ഇങ്ങനെ അടച്ചിട്ട് ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് മാറിയാൽ ഈ വന്നവന്മാർക്ക് ഈസി ആയിട്ട് ഇറങ്ങാം. അപ്പൊ ഞാൻ ഈ ഡോർ ആദ്യം ഇങ്ങനെ മാറ്റിയിട്ട് എൻ്റെ ലെഫ്റ്റ് കാലെടുത്ത് മുന്നോട്ട് വെച്ച്, എന്നിട്ട് പയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ഈ വലത്തെ കാല് ബാക്കിൽ കൂടി ഇപ്പുറത്തോട്ട് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ആ കാല് സ്ലിപ്പായിട്ട് എൻ്റെ ബോഡി വെയിറ്റ് ബാക്കിലേക്ക് പോയി. അപ്പം ഞാൻ അൺബാലൻസ്ഡ് ആയി. പിന്നെ എൻ്റെ ആകെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ വലത്തെ കൈ വെച്ച് ഈ ഡോറി പിടിക്കാന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഈ ഡോറി കയറി പിടിച്ചതും മറ്റേ ചാറ്റൽ മഴയും മഞ്ഞുണ്ട്, തെന്നലാണ്, നല്ല ഒഴുക്കലാണ്, കൈവിട്ടുപോയി. ഞങ്ങളകത്ത് കേൾക്കണെന്നറിയോ, ഡ്രൈവർ ഇങ്ങനെ ഒരുത്തൻ താഴെ പോയിടാറ്. ഇതിങ്ങനെ സിനിമയിലൊക്കെ കാണാൻ എനിക്ക് അറിയാം ഈ സൗണ്ട് ഇങ്ങനെ വരുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കണല്ലേ ഈ സാധനം. സ്റ്റീവൻ ഇറങ്ങിയ സ്റ്റീവന്റെ കിളി പോയി, വാള് വെക്കാൻ വന്നവന്റെ വാള് അവിടെ പോയി നിൽപ്പെടുത്തില്ല. എടാ അതായത് ഞാൻ ഒരു ഒറ്റ ഫ്രീ ഫോളാണ് ബാക്കിലേക്ക്. ഇതെന്താ നടക്കണത്? മറ്റേ എന്ത് നടക്കണേ? എടാ തമാശയല്ല, ഇപ്പൊ പറയുമ്പോ നമ്മൾ വെച്ചിരിക്കും. പക്ഷെ ഞാൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടപ്പില്ലേ, സല്ലുണ്ടായി എൻ്റെ കൂടെ. സല്ലും ഞാനും മഞ്ഞുമൽ ബോയ്സ് കണ്ടോണ്ട് എനിക്ക് പീക്ക് ലെവൽ ടെൻഷനാ ഫീൽ ചെയ്യണം ഞാൻ. കാരണം നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് വന്നേക്കണ കൂടി കൊണ്ടേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഓടിയിടേണ്ട പുറത്തേക്ക്. കാരണം എനിക്ക് തലവേദന എടുക്കണ. സല്ലില് സീറ്റിൽ നിന്ന് അനങ്ങിയില്ല, ഞാൻ എക്സാജറേറ്റ് ചെയ്യണല്ല, സല്ല അനങ്ങിയില്ല. കാരണം നമുക്ക് ആ ഫീൽ കിട്ടിയിട്ടേ. കാരണം നമ്മളിത് കാണാം, ഒരാൾ താഴെ പോയി. ഈ ഇപ്പൊ കിരൺ ആദ്യം അയ്യോ കിരൺ പോയി, പുറകെ ജോൺ പോയി. എനിക്ക് അനങ്ങാൻ പറ്റുന്നിട്ടാണോ എന്താണെന്നറിയില്ല, ഞാൻ മറ്റേത് ഇങ്ങനെ നിന്നുപോയി. അപ്പൊ ബാക്കിയുള്ളവർക്ക് ആർക്ക് അനങ്ങാനും പറ്റുന്ന എല്ലാരും ഫ്രീസായി. കാരണം എന്താ നടക്കണെന്ന് അറിയണം. പിന്നെ ജോൺ ഇറങ്ങിയിട്ട് അവൻ ഞാൻ ഇത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയേണ്ടത്, പുള്ളി പറഞ്ഞാല് ഇരുട്ടായിരുന്നു. ഇപ്പൊ ഈ MVD ഒക്കെ എല്ലാ ലൈറ്റ്സ് ഊരി മാറ്റണല്ലേ. പുള്ളി താഴെ പോയിട്ട് ആ സ്ലോപ്പില് വേസ്റ്റ് വന്ന് അടിഞ്ഞിട്ടുള്ള ഇതിലാ പുള്ളിക്ക് ചവിട്ടി നിൽക്കാൻ ഒരു മരം പോലെ. അതെന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ വീണപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് പെട്ടെന്ന് ഇതെന്താ സംഭവിക്കുന്നത്, ഇത് റിയാലിറ്റി ആണെന്നുള്ളൊരു തോന്നലേക്ക് പോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫ്രീ ഫോൾ ഒരു 2 സെക്കൻഡ് വേണ്ടി ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഇടിച്ച് ഞാൻ നിൽക്കണതാണ് പിന്നെ എൻ്റെ ഓർമ്മ. അപ്പം ഞാൻ വിചാരിക്കണത്, അപ്പം ഞാനിങ്ങനെ കാലെവിടെയെങ്കിലും തട്ടണ്ടാന്ന് നോക്കി. അപ്പം കാലിങ്ങനെ തട്ടുന്നുണ്ട്, മണ്ണ് പോലത്തെ എന്താ സർഫേസ്. അങ്ങനെയാണ് മനസ്സിലാക്കുക, കാര്യം മൊത്തം ഇരുട്ടാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് താഴേക്കല്ല, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് കിടക്കണേ. ഇൻക്ലൈൻഡ് ആയിട്ട് ഇവിടം വരെ വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് താഴ്ച. അപ്പൊ ഈ താഴ്ച എത്തണതിന് തൊട്ട് മുന്നേ ഉള്ള ഏതോ ഒരു സ്ഥലത്താണ് ഞാൻ തങ്ങി നിൽക്കണത്. അപ്പൊ എനിക്ക് തറയുണ്ട്, കുറ്റാക്കൂരിരുട്ട്. ഇവന്മാര് മോളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഞാനൊരു ഇരുട്ടിലേക്ക് പോയതാണ് കാണുന്നത്, കുഴിയല്ല. കുഴിയല്ല, ഇരുട്ടിലേക്ക് പോയതാണ് കാണുന്നത്. എന്നെ അന്ന് ഹെൽപ്പ് ചെയ്തത് സത്യം പറഞ്ഞ ആ ടെമ്പോയിലെ പള്ളി പെരുന്നാൾ പോലെയുള്ള ലൈറ്റ്സ് ആണ്. സത്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ അതിലേക്ക് ഡിസ്കഷൻ ഒന്നും പോണില്ല. പക്ഷെ എന്തിനാണ് ഒരു ടൂറിസ്റ്റ് ബസ് വെള്ളടിക്കാൻ എനിക്കതൊരു മനസ്സിലായി. ആ ലൈറ്റ് ഊരിക്കളർ എന്തിനാന്ന് എനിക്കതൊരു മനസ്സിലായില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അന്ന് അല്ലേ കാര്യം അന്ന് ഞാൻ വീണെടുക്കുമ്പോ എനിക്ക് എനിക്ക് തറ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തിലൊക്കെ ഇങ്ങനെ കൈ പിടിക്കുമ്പോ എനിക്ക് എന്തിൻ്റെയൊക്കെ ചില്ലയിലൊക്കെ ഇങ്ങനെ പിടുത്തം കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പിടുത്തം കിട്ടിയത് ഞാൻ ഏത് ഡയറക്ഷനിലോട്ട് ഞാൻ കയറണമെന്ന് എനിക്കറിയാൻ പറ്റുന്നത് ഇത് നല്ല കട്ട ലൈറ്റ്, പല കളറിൽ ലൈറ്റ്. സത്യം അന്നത്തെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. അപ്പൊ ആ ടെമ്പോന്റെ ലൈറ്റ് എനിക്ക് കാണാം. അപ്പൊ എനിക്കറിയാം ഞാൻ ഈ ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന്. അപ്പം ഇവന്മാര് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചത് മനസ്സിലായി. അപ്പോഴേ ഞാൻ അന്നേ മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്ക് മുകളിൽ എത്താൻ പറ്റിയാൽ ആദ്യം എനിക്ക് ഇവന്മാരോട് പറയണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. കാര്യം അല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് പാനിക്കാവുന്നില്ല, കാര്യം ഞാൻ തന്നെ പതി മരിച്ചിരിക്കണേ. അപ്പം എൻ്റെ ക്യാമറ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ കയ്യിൽ ഇങ്ങനെ ക്യാമറ ബാഗ് തൂങ്ങിക്കിടക്കണേ, അത് ജസ്റ്റ് പോറാൻ നിൽക്കണേ. ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ, കാര്യം എനിക്ക് എത്രത്തോളം അനങ്ങാന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ കൂടുതൽ കിടന്നനങ്ങി ഈ സപ്പോർട്ട് ചെയ്യണ സ്ഥലത്തും താഴേക്ക് പോയി കഴിഞ്ഞ്. അപ്പം ഞാനിത് ഒരു വിധത്തിലെടുത്ത് മുകളിൽ കൂടി ഇട്ടിട്ട് കണ്ട ജില്ലയിലും അവിടെ ഇവിടെയൊക്കെ പിടിച്ചപ്പോൾ എനിക്കിങ്ങനെ പൊങ്ങി വരാണ്ട്. അങ്ങനെ ഞാൻ പൊങ്ങി മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും
എൻ്റെ തലയുടെ ജസ്റ്റ് മുകളിൽ, അതായത് കല്ല് ഇവിടെ ആണെങ്കിൽ കല്ലിന്റെ ജസ്റ്റ് ഇത്ര എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, കല്ലിന്റെ മുകളിൽ വരെ എത്തി. അപ്പൊ എന്നെ കണ്ടപ്പോഴാണ് ഇവർക്ക് സമാധാനമായത്. പിന്നെ ആരൊക്കെ കൂടി എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ള ആളാണ്. പിന്നെ അവന്മാര് വലിച്ച് എന്നെ റോഡിലേക്ക് ഇട്ട്. അപ്പൊ ഞാൻ ഈ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ട സമയത്ത് ഞാൻ ആ പടം 2 പ്രാവശ്യം കണ്ട്. കാര്യം എന്താന്ന് വെച്ചാല് ആദ്യത്തെ തവണ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എക്സാക്ട്ലി. കാരണം ഞാൻ 2ാമത്തെ വട്ടം പോയെന്തിനാന്നറിയോ, ആദ്യത്തെ വട്ടം ഞാൻ ഫുൾ ടെൻഷനിലായിരുന്നു. സല്ലി ഞാൻ പടം കാണൂല ലൈഫിൽ. ആ പടത്തിന്റെ ഇതല്ല, സല്ലിലൊക്കെ എക്സ്ട്രീം ലെവല് തകർന്നു പോയെന്ന്. അന്ന് വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ വിളിക്കുമ്പോ ഉമ്മ ഞാൻ പോരാ, ഈ സീനല്ലേ ഉമ്മ ഞാൻ ഇവിടെ അറിയൂടെ ഒക്കെ പറഞ്ഞിരുന്ന സല്ലില്ലേ. ഇവൻ കയറി ബസ്സിൽ കയറി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സല്ലി എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. ഞങ്ങൾ വെള്ളം എന്താ കുടിച്ചു, വെള്ളം കുടിച്ചിട്ട് നേരെ ഉമ്മ ഞാൻ വന്നോണ്ടിരിക്കണേണ്ടാ ഫുൾ മാറി. ഉമ്മ ഞാൻ പളഞ്ഞെത്തി, ഞാൻ ഇന്ന സമയത്ത് എത്തും. ഉമ്മ വിചാരിച്ചിട്ടുണ്ട് ഇവനെന്ത് പ്രാന്ത. പക്ഷെ അന്ന് ലിറ്ററലി നമ്മളിപ്പോ ഇന്നത് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ അന്ന് ഒരു 10 മിനിറ്റ് പടത്തിലപ്പോ ഒന്ന് ആലോചിക്ക അവരെത്ര മണിക്കൂറാവുന്നത്. അത് അങ്ങനത്തെ ഒരു സ്ഥലം. എന്റെ ഈ സംഭവം കൂടി ഇപ്പൊ എല്ലാം കൂടി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പരിപാടി കഴിഞ്ഞു. പക്ഷെ ആ ടെൻഷൻ കാര്യം ഈ പടം കണ്ടപ്പോ എന്റെ മനസ്സിൽ കൂടി പോയ കാര്യം, ഈ പടത്തിൽ ഇവര് കൊടൈക്കനാൽ ടൂർ പോകാൻ പോകണമെന്നൊക്കെ പറയുമ്പോഴേ അനാവശ്യമായിട്ട് ഇവരെ ചുരം കയറുമ്പോ പുലകള് വരും പാട്ട്. എനിക്ക് ആദ്യത്തോണ്ട് ഞാൻ പിന്നെ ഈ പടത്തില് പെട്ടെന്നൊരു ഇതിലാണ് പോണത്. ആ പോക്കും കൂടെ ഞാൻ മരച്ചു പോയിരുന്നു ആദ്യത്തോട്ടം കണ്ടപ്പോ. 2ാമത്തോട്ടം കാണുമ്പോ എനിക്കറിയാം. പക്ഷെ ആദ്യത്തോട്ടം കാണുമ്പോളേ നടക്കാൻ പോകുന്നത് ഇപ്പോഴും അറിയാടാ അയാള് പുളിയിൽ പോകുന്നൊക്കെ. പക്ഷെ ആദ്യത്തെ വട്ടം എനിക്ക് ഇൻസിഡന്റ് ആയിട്ട് എന്നെ ഇങ്ങനെ ഇത് കണക്ട് ചെയ്തോണ്ടിരിക്കും. ഇതിപ്പോ അപ്പൊ അത് എനിക്ക് നമ്മളന്ന് എത്രത്തോളം ഞാൻ ആലോചിച്ചു. കോളേജ് 2nd ഇയർ കോളേജ് അൽബൻഡാക്കിയിട്ടാണ് ടൂർ പോയേക്കണത്. ബാച്ചിലില്ലാത്തൊരുത്തരെ കൊണ്ടാ പോയേക്കണത്. അപ്പൊ അതൊന്നും അന്ന് ചിന്തിച്ചില്ല. പക്ഷെ എന്നാലും പിന്നെ ചിന്തിക്കുമ്പോ അല്ല, ഞാൻ ഈ പടം കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ, അതായത് നമുക്ക് അന്ന് പോയാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഭാഗ്യമുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഞാൻ ശരിക്കും പറ്റിയ സീനായിരുന്നു. പോയപ്പോ ആയിരിക്കും പളനി നിർത്തണ്ട, എല്ലാവർക്കും പളനിയിലായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കണെന്ന് വെച്ചാൽ ഇൻ കേസ് എനിക്ക് തിരിച്ചു കയറി വരാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്ക് ആയിരുന്നെങ്കിൽ ഈ കൂടെയുള്ള നിങ്ങളൊക്കെ അനുഭവിക്കേണ്ടിയിരുന്നത് എന്താണോ അതാണ് ലിറ്ററലി ആ സിനിമ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നത്തെ ഭാഗ്യമെന്ന് ഞാൻ പറയാൻ കാരണം, ഓക്കെ തിരിച്ചു കയറി വന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, മുട്ടില് പോറലുണ്ടായി, കയ്യിന്റെ അവിടെ ഇവിടെ ഒക്കെ പൊട്ടിയിട്ടുണ്ടായി, നടു എനിക്ക് അത് കഴിഞ്ഞൊരു 10 ദിവസത്തേക്ക് ഭയങ്കര നടുവേനായിരുന്നു. അന്നും ആശുപത്രി പോകാൻ പറ്റില്ലല്ലോ, വീട്ടിൽ പറഞ്ഞിട്ടില്ല, എന്തെന്നും പറഞ്ഞ് പോകും. കാര്യം നടു പിടിച്ചാണ് ഞാൻ വീണത്. ഭാഗ്യം പിന്നീട് അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അടുത്ത പോഡ്കാസ്റ്റ് ഇല്ല ഇതോടുകൂടി തീർന്നു. അല്ലടാ അത് മൊത്തം ചെയ്ത ഞാനാ. അത് പുള്ളി നിനക്കൊരു വണ്ടി ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നത്. അപ്പൊ പുള്ളി ഇവിടെ വെറുതെ ഇരിക്കണേ പഴയ വീട്ടില്. ഞാൻ ചോദിച്ചാൽ എന്തോട്ടിരിക്കണേ, എന്ത് ചെയ്യാൻ, ഞാൻ അടുത്തേക്ക് കൊടൈക്കനാലുണ്ട് പോവാം. ഞാനൊന്നുമില്ല, ഞാൻ പോയോളൂ. ഞാനാണ് ലിറ്ററലി പുള്ളിനെ ഞാനും ചോണം വിമലുണ്ടോ ഞങ്ങളിരുന്ന് കുത്തി ഇളക്കി അനന്ത വന്നത്. ഞാൻ നിങ്ങളോട് ഒരു താല്പര്യമില്ലാത്ത മനുഷ്യൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണം, ഒരു വീട്ടിൽ നിന്ന് 2 പേര്, അപ്പൊ ആ കാശ് കൂടി കിട്ടും. അപ്പൊ ഞാൻ കുഴിയിൽ ആ കൊക്കേന്ന് കയറി വന്നില്ല, കയറിട്ട് വന്നിട്ട് ഇറങ്ങേണ്ടി വന്നേ. ഞാൻ തന്നെ ഇറങ്ങേണ്ടതല്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇപ്പൊ ഒരു കൈയൊടിഞ്ഞ അല്ലെങ്കിൽ തലക്ക് വല്ല പൊട്ടല പറ്റിയല്ലേ ഒരു നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ നോക്കി ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്യണം അവിടുന്ന്. കാര്യം നോവെയർ അല്ല, ഇൻ ദ മിഡിൽ ഓഫ് നോവെയർ ആണ്, ചുരത്തിന്റെ അതൊരു വളവില്. അതെവിടെയെന്നോലും. അതിനുശേഷം നമ്മുടെ കൂട്ടത്തിൽ ആരും കൊടൈക്കനാൽ വീട്ടില്ല. ആ ട്രിപ്പ് പോയ ഒരാള് കൊടൈക്കനാൽ വീട്ടിൽ ഞാൻ വീട്ടില്ല. എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു. കഴിഞ്ഞ നവംബറിൽ കൊടൈക്കനാലോ ഞാൻ വിളിച്ചോ, ഞാൻ വന്നില്ല, ഞാൻ വരില്ല. എനിക്ക് ഭയങ്കര കൊടൈക്കനാൽ ഭയങ്കര ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന പഴനിയിൽ നിർത്തിയപ്പോ ഈ സലീല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അപ്പോഴാണ് എനിക്ക് ഞാൻ വിചാരിച്ചെന്താ, ഞാൻ തിരിച്ചു കയറിയൊന്നും വണ്ടി കയറിയില്ല. അപ്പൊ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ടാവും വിചാരിച്ച, എവിടെ ഉമ്മാരും മിണ്ടാണ്ടിരിക്കണേന്ന്. അവസാനം താഴെ പഴനിയിൽ വന്നൊരു ചായക്കടയിൽ നിർത്തി. സാലിയില് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചാദ്യം. എന്താടാന്ന് ചോദിച്ചാ കേട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിലായിരുന്നല്ലേ. ഞങ്ങൾ പടങ്ങനെ ഇറങ്ങി ആദ്യം വിളിച്ച പുള്ളിനെ പടങ്ങനെ പ്ലാൻ ഒറ്റയ്ക്കൊന്നും പോവാനേ പാടില്ല, ആരെങ്കിലും കൊണ്ടുപോക്കോ. അപ്പൊ പുള്ളി എന്താണ് ഞാൻ കണ്ടു കഴിഞ്ഞിട്ടില്ല. കണ്ടുകഴിഞ്ഞോടനെ എന്നെ വിളിച്ച് ഇതാണല്ലേ ഇതാണ്
പൂജനോട് ഞാൻ ഈ സംഭവം കല്യാണം കഴിഞ്ഞിട്ടാണ്. അല്ല ഇത് കോളേജിൽ ഇതെന്താന്നറിയോ, ഞങ്ങള് വന്ന് ഞങ്ങളുടെ ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇതാർക്കും അറിയില്ല, ട്രിപ്പ് അടിപൊളിയായിരുന്നു അല്ലേ. 3 ദിവസം കൊടൈക്കനാൽ നിന്ന് കത്തിച്ചോടാ. ക്ലൈമാക്സ് ആണ് ഈ പ്രശ്നം. അപ്പൊ കോളേജിൽ നിന്നിട്ട് പറയരുതെന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഇട്ടേക്കണം വണ്ടിക്കകത്ത് വെച്ച്. കോളേജിൽ തലടിച്ചു വിളിക്കും. അതാണ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഞങ്ങള് വന്നപ്പോ സലില് ബികോമിന്നാ, ഞങ്ങള് BCA, ഇത് BBA. സല്ല നിഹാലൊക്കെ ബികോമാ, അല്ല സല്ല BBA നിഹാല്. അപ്പൊ അങ്ങനെയാണ് വന്നേക്കണം. അപ്പൊ നമ്മള് അടിപൊളിയാന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ളവർക്ക് വേണം. അപ്പൊ ഇവന്മാര് വന്നിട്ട് നമ്മളോട് എവിടെ നിന്നത്, എങ്ങനെ പോയത്, ഞാൻ എവിടെയോ നിന്ന്. അപ്പൊ ഇവന്മാര് അല്ലട ഫോട്ടോ നിങ്ങൾ അടിപൊളി അല്ലടാ. അപ്പൊ ഇത് എവിടെ ഞങ്ങൾ പോണേണ് ബികോമിലെ പിള്ളേർ. അപ്പൊ സ്റ്റീവൻ ബികോമാ. സ്റ്റീവന് ഞാൻ നോക്കുമ്പോ കോറിഡോറിൽ കൂടി ഇങ്ങനെ തളർന്നു പോണു. ചോദിച്ചാൽ എന്താണ് അവന്മാര് കൊടേക്കനല്ലോ. ഞാൻ പറഞ്ഞ അതിനെന്താ, ഞാൻ പോവാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ വെച്ചാൽ എന്താ, ഞാൻ ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞു. ഞാൻ നീ പോകണ്ട, പോവാണ്ടിരിക്കാൻ ഒരു വഴിയില്ല, അവന്മാരെന്നെ കൊണ്ടുപോകും. പുള്ളി ഈ പരിപാടി മൊത്തം ട്രോമ വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോ പിന്നെ പുള്ളി പിന്നെ പോയി കൊടേക്കനല്ലേ. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് നമ്മളിങ്ങനെ അത് എന്തൊക്കെ കാണണം. 3 ദിവസം അവിടെ കൊറേ സാധനം കണ്ട് ഞങ്ങള് എന്തൊക്കെ കാണാൻ. അവിടെ എന്തേലൊക്കെ കണ്ടു, എന്ത് പറഞ്ഞാലും ഞാനിങ്ങോട്ടെ എന്തേലൊക്കെ കണ്ടു. അത് സല്ലിനോട് സല്ലി വീട്ടിൽ വീട്ടുകാർ സല്ല എന്റെ വീട്ടിൽ വന്ന്. അപ്പൊ ഞാൻ എല്ലാരും ഇങ്ങനെ ഇരിക്കണല്ലോ. അപ്പൊ എന്റെ വീട്ടിൽ വെച്ച് എന്താണ് പ്രശ്നം, ആണ് എന്ത് പ്രശ്നം, ആര് പറഞ്ഞു ആ മൂടിലാണല്ലോ. എന്തേലും പ്രശ്നം ഉണ്ടാക്കിയ എന്ത് പ്രശ്നം, പിന്നെന്താ നിങ്ങൾ രണ്ട്. അപ്പൊ സല്ലിനും വീട്ടിലൊന്നും മിണ്ടാണ്ടിരിക്കണ ആളല്ല. സല്ലും ഇങ്ങനെ ഇരിക്കുന്നു, ഞാനും ഇങ്ങനെ ഇരിക്കുന്നു. എന്താണ് പ്രശ്നം, ഒന്നുമില്ല. അല്ല അതേ പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് 3 ട്രിപ്പ് പോയി. അന്ന് ഈ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു തന്നെ വഴി ഇതുപോലെ മൂത്രമൊഴിക്കണം എന്ന് ചുരത്തിന്റെ സൈഡിൽ നിന്ന്. അപ്പൊ അനൗൺസ്മെന്റ് ബാക്കി കാർത്തിക് രാത്രി ഇറങ്ങണ പരിപാടിയില്ല. 4 മണിക്ക് മറ്റേ സലാറിലെ പ്രഭാഷണം പോലെ 6 മണിക്ക് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞാല് ചുരം ഇറങ്ങണമെങ്കിൽ പകൽ ടൈമിൽ ഇറങ്ങിക്കോ. അന്ന് ടോപ്പ് സ്റ്റേഷൻ നമ്മള് പോയി 3 എല്ലാവരും സൂക്ഷിച്ചേക്കാം. അപ്പൊ ഗൗരവമാരണ്ടാന്ന് വേലി ഇടന്നൊക്കെ പറയാൻ ഇപ്പം എന്റെ പൊന്നേടാ ഒന്നും മറ്റേ ക്ഷീണം മാറിയിട്ടില്ല. വെക്കല്ലേ 7 മാസത്തെ ഗ്യാപ്പില് പിന്നെ ടോപ്പ് സ്റ്റേഷൻ പിടിക്കുന്നത് സ്ഥിരം പോണേണ്. കൊടൈക്കനാൽ ഫസ്റ്റ് ടൈം ആയിരുന്നു. പക്ഷെ 3 പരിപാടി ആയിരുന്നത്. ഇത് ഞങ്ങൾ ഈ 5 മണി കഴിഞ്ഞപ്പോഴാ തുടങ്ങി. ഇത് വെച്ച് നമുക്ക് പോഡ്കാസ്റ്റ് ഇറങ്ങാം. അപ്പഴേ നമ്മള് വിചാരിച്ച ആൾക്കാർ ഇപ്പൊ പറയും. പക്ഷെ അങ്ങനെയല്ല, ഇതെല്ലാവർക്കും ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് കൊച്ചിയിലുള്ള ഓൾമോസ്റ്റ് പോയ ഗ്യാങ്ങിനെല്ലാം എന്തേലും ഇതുപോലെ പറ്റിയിരുന്നു. അല്ല അത് യൂഷ്വൽ ആണ്. ഫ്രണ്ട്സ് ഗ്യാങ് ആയിട്ട് പോകുമ്പോ എന്തെങ്കിലും ഇതുപോലെ സംഭവിക്കുക, വീട്ടിൽ പറയാണ്ടിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാ. വീട്ടിൽ പറയാണ്ടിരിക്കില്ല, ഞാനൊക്കെ പോരാന്ന് കൊറേ ദിവസം. ഞാൻ 3 പോയത് ഇതുപോലെ തന്നെയാ. വീട്ടിൽ പറഞ്ഞത് കാറിലാ പോണത്, ഞാൻ ബൈക്കിനാ പോയത്. ഇത് കാണോട്ടോ നമ്മള് സ്ഥിരം ഇരുന്ന് പറയണ പോലെ വിചാരിക്കുന്നത്. ഇത് ഏറിപ്പോ അല്ല കേക്കട്ടെ. ഇതെന്തോ മനസ്സിൽ കണ്ടിട്ട് പുള്ളിനെ കെട്ടിക്കാറായിരുന്നു അനൗൺസ് ചെയ്യാൻ. ഇനി പിന്നെ എവിടെ വിടൂല, പ്രത്യേകിച്ച് എന്റെ കൂടെ ഞാൻ ഇല്ലട്ടോ. ഇന്ന് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടാ. ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടേ. ഇല്ല മാസ്ക് ഇട്ടുണ്ടായി പെട്ടെന്ന് ഇവരെ കണ്ടിട്ടുണ്ട്, മതി. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് തുടങ്ങിയതാണ്. ഇനിയിപ്പോ ഇതുപോലെ കൊറേ അറിയാൻ കഥകളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മള് പോഡ്കാസ്റ്റ് വരിക. അച്ഛനും അമ്മയും പോഡ്കാസ്റ്റ് കാണാം. അല്ല ഇനിയിപ്പോ ചിലപ്പോ ഉണ്ടാവില്ല കേട്ടോ. ഇത് വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇവിടെ കയറ്റൂല, എല്ലാം നിർത്തിക്കോളം പറയും. പുറത്തിരുന്ന് അല്ലെങ്കിൽ പൂജിപ്പ് വേണ്ടന്നില്ല. പിന്നെ ഇത്രയും പ്രായതുകൊണ്ട് കല്യാണം കഴിഞ്ഞിരിക്കണ കാരണം ഒന്നും പറയില്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ട്രിപ്പൊക്കെ പോയി നമ്മളൊരു പിന്നെ പോയില്ലേ. പക്ഷെ ഇങ്ങനെയുള്ള അബദ്ധം ഇതൊക്കെ പറ്റാം. പിന്നെ ഇതുപോലെ പിന്നെ പറ്റിയിട്ടില്ല. കൊറേ വിറ്റുണ്ടായി. ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിൽ കുറെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് പോയത്. ആ ഫോട്ടോയിലൊക്കെ കാണാം എല്ലാരും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ളൂ, എല്ലാം കൂളിംഗ് ഗ്ലാസ്. പക്ഷെ അന്ന് നമുക്ക് വേണ്ടി ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ അങ്ങനത്തെ സേവ് ചെയ്ത് വെക്കാനുള്ളത്. ഇതിപ്പോ ഈ പോഡ്കാസ്റ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്ന കൂട്ടത്തിലുള്ള ആരുടെയോ ഒരാളുടെ ഫോട്ടോസ് എല്ലാം ഉണ്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പുള്ളി അപ്ലോഡ് ചെയ്യും. എന്തായാലും സന്തോഷമായി ഗൈസ്. 9 വർഷം മനസ്സിൽ അടക്കി വെച്ചിരുന്ന രഹസ്യമാണ് ഈ പോഡ്കാസ്റ്റിൽ ഇന്ന് റിവീൽ ചെയ്തത്. അതോടെ നാളെ വീട്ടിൽ ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഈ പോഡ്കാസ്റ്റ് വന്നു കഴിഞ്ഞ് വീട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അടുത്ത പോഡ്കാസ്റ്റിൽ അല്ല പോഡ്കാസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വലിയ പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ ഞാനിവിടെ സ്റ്റിച്ചോ ഇവന് വെച്ചൊന്നും പറ്റൂല. ഞാൻ സേഫാണ്. ഇവ സേഫാണ്. പക്ഷെ നിന്നെ വീട്ടിൽ നിന്ന് വിടൂല. 3 പോയ ഇപ്പൊ എല്ലാരും അറിയില്ലേ. അതിന്റെ ഒരു കഥയുണ്ട്. 3 പോയ ബൈക്കിനെ പറ്റിയിട്ട് ഒരു കഥയുണ്ട്. ഞങ്ങൾ അടുത്ത പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ പോഡ്കാസ്റ്റ് പറയാം. അപ്പൊ ഇനിയിപ്പോ പോലെ നിനക്ക് ഇനി പെയിന്റ് അടിയൊക്കെ ഇല്ലേ, വെറുതെ ഓഫീസിൽ. ഓക്കെ അപ്പൊ ഇന്നത്തെ കഥ നമ്മള് മറ്റേ കോഡ് ഉണ്ടല്ലോ അല്ലേ. അയ്യോ അതൊക്കെ മറന്നുപോയി. അപ്പൊ നമ്മളൊരു കോഡ് പറയാം. അതൊന്നല്ല
കോഡ് പറയാം. അപ്പോൾ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ #, ആ കോഡ് വെച്ച് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും കമന്റ് ചെയ്യണോട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ടുണ്ടെന്ന്. ആൻഡ് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അങ്ങനെ കണ്ടാൽ ഇവന്ന് ശരിയാവില്ല. ഞാൻ അപ്പോഴും പറഞ്ഞത് ശരിയാവില്ല. അതുപോലെ അപ്പൊ കോഡ് എന്താ കൊടുക്കാം? #KODAI #KODAI വെച്ച് കമന്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. ലാസ്റ്റ് വരെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് ടു സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. And it's me, your host Karthik Krishnan, and Agil Joseph and Arunan signing off. അങ്ങനെ signing off from Simply Humble Podcast. Bye.